ഓക്കെ, ഇന്നത്തെ ഒരു വർക്ക് നമ്മൾ ഇവിടെ നിർത്താൻ പോണ്. അപ്പൊ നിർത്താൻ പോണായിരുന്നു നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ സീലിംഗ് നോക്കിയറിയാം, സീലിംഗിൽ കംപ്ലീറ്റ് പൈപ്പ് അടിച്ചിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ പ്ലംബിംഗ് ആണ് കേട്ടോ. പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പൈപ്പ് കൊണ്ടുവരണം. നോക്കി കണ്ട. അപ്പൊ അത് നമ്മുടെ സിങ്കിന്റെ വേസ്റ്റ്, അതുപോലെ വാഷിംഗ് മെഷീൻ, അങ്ങനെ ബാക്കിൽ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ പണിയുമ്പോൾ എങ്ങനെയാണോ ആ വീടിന്റെ സൗകര്യം അതിനനുസരിച്ചിട്ട് ബുദ്ധിപരമായിട്ട് പണി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ബ്ലോക്കില്ലാണ്ട് വലിയ പൈപ്പും കാര്യങ്ങളും ഇടാം. അപ്പൊ നമ്മളിവിടെ കട്ട വാട്ടർ ലെവൽ വെച്ച് പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് പണിതിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് പണിതിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പുറത്ത് ഔട്ട്സൈഡ് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ 4 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ നമുക്ക് സിങ്ക് വരുന്നുണ്ട്, വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, ഔട്ട്സൈഡ് ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പൊ ഒക്കെ കൂടി കയറ്റി പിടിച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള DB ഇട്ടാ അത് ഉറപ്പിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നോക്കിയാൽ അഡാപ്റ്റർ തന്നെ. ഇതിന് മുകളിൽ ഒരു കുന്നു പൈപ്പാണ്. അപ്പൊ ഇതൊക്കെ ഇറക്കി സെറ്റ് ആക്കണം. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പണിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മള് അവിടെ ചെയ്ത് നിർത്തിയ പോലെയല്ല ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഫുൾ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഓക്കെ, അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ.